നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് നിരവധി നടിമാർ തങ്ങൾ നേരിട്ട പീഡനങ്ങളെക്കുറിച്ച് പൊതുമധ്യത്തിൽ പറഞ്ഞിരുന്നു. ഏകദേശം 27ഓളം കേസുകളാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്നെടുത്തത്. ഇതിനിടയിൽ കേരളത്തെ ഞെട്ടിച്ചുകൊണ്ട് ആലുവ സ്വദേശിനിയായ ഒരു നടൻ മുകേഷിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർത്തി. മുകേഷ് അടക്കം മലയാളത്തിലെ 7 നടന്മാരിൽ നിന്നുണ്ടായ ദുരനുഭവങ്ങളാണ് നടി മാധ്യമങ്ങളോട് ആദ്യം പറഞ്ഞത്. തുടർന്നവർ പോലീസിൽ പരാതി നൽകി. മുകേഷിനെതിരെയുള്ള നടിയുടെ പരാതി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിക്കുകയും ഇപ്പോൾ കുറ്റപത്രം തയ്യാറാക്കുകയും ചെയ്തിരിക്കുന്നു. മുകേഷിനെതിരെ ഗുരുതരമായ കണ്ടെത്തലുകളാണ് ഇപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നടത്തിയിരിക്കുന്നത്. പോലീസ് കുറ്റപത്രത്തിൽ പറയുന്നത് ഞെട്ടിക്കുന്ന കാര്യങ്ങൾ. മുകേഷിനെതിരെയുള്ള ഡിജിറ്റൽ തെളിവുകളും വാട്സാപ്പ് ചാറ്റുകളും ഇമെയിൽ സന്ദേശങ്ങളും ഒക്കെയുണ്ട് എന്ന് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പറയുന്നു. സാഹചര്യ തെളിവുകളും സാക്ഷിമൊഴികളും ലഭിച്ചിരിക്കുന്നു. താരസംഘടനയിലെ അമ്മയുടെ അംഗത്വം വാഗ്ദാനം ചെയ്ത നടൻ മുകേഷ് പല സ്ഥലങ്ങളിൽ വെച്ച് നടിയെ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നാണ് കേസ്. ലൈംഗിക അതിക്രമ വകുപ്പ് കൂടി ചേർത്താണ് ഇപ്പോൾ മുകേഷിനെതിരെ കുറ്റപത്രം തയ്യാറാക്കിയിരിക്കുന്നത്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമായിരുന്നു മുകേഷിനെതിരെ കേസ് ചാർജ് ചെയ്തത്. നടിയുടെ രഹസ്യമൊഴി അടക്കം കുറ്റപത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. കേസിൽ മുകേഷിന് മുൻകൂർ ജാമ്യം നേരത്തെ കോടതി അനുവദിച്ചിരുന്നു. നടിയുടെ പീഡന പരാതിയിൽ മുകേഷിനെതിരെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കുറ്റപത്രം തയ്യാറാക്കിയത് അക്ഷരാർത്ഥത്തിൽ CPMനെ ഞെട്ടിച്ചിരിക്കുന്നു. ഇപ്പോഴിതാ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറയുന്നു, മുകേഷ് രാജിവെക്കേണ്ട സാഹചര്യമില്ല. എന്നാൽ CPMനുള്ളിൽ നിന്ന് കനത്ത സമ്മർദ്ദമാണ് മുകേഷിൻ്റെ രാജിക്കാര്യത്തിൽ. നേരത്തെ PP ദിവ്യക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നു വന്നപ്പോൾ തന്നെ അവർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചിരുന്നു. മുകേഷിനെതിരെ ഡിജിറ്റൽ തെളിവുകൾ ഉണ്ടെന്നും നടിയുടെ ആരോപണം തെളിഞ്ഞുവെന്നും കുറ്റപത്രത്തിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പറയുന്നുണ്ട്. എന്നാൽ മുകേഷ് MLA ആയി തുടരുമെന്നും കോടതി തീരുമാനം വരട്ടെ എന്നുമാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പരസ്യമായി പറഞ്ഞത്. എന്നാൽ പാർട്ടിയും സർക്കാരുമൊക്കെ ശരിയായ നിലപാട് സ്വീകരിക്കുമെന്നാണ് കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജന്റെ പ്രസ്താവന. മുകേഷിനെതിരെ SIT കുറ്റപത്രം സമർപ്പിച്ചതോടെ അക്ഷരാർത്ഥത്തിൽ തകർന്നു നിൽക്കുകയാണ് CPM പാർട്ടി. പാർട്ടിയുടെ MLAക്കെതിരെയാണ് ഇപ്പോൾ ഗുരുതരമായ കുറ്റപത്രം തയ്യാറാക്കിയിരിക്കുന്നത്. ഇതുവരെ ആരോപണങ്ങളെന്നും പരാതിയെന്നും പറഞ്ഞൊഴിയാമായിരുന്നു എങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുന്നു. പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന കേരളത്തിൽ അതേ പോലീസ് വകുപ്പാണ് പാർട്ടിയുടെ തന്നെ ഒരു MLAക്കെതിരെ ഇപ്പോൾ കുറ്റപത്രം തയ്യാറാക്കിയിരിക്കുന്നത്. മുകേഷിനെതിരായി ഉയർന്ന എല്ലാ ആരോപണങ്ങളും തെളിഞ്ഞുവെന്നാണ് കുറ്റപത്രം പറയുന്നത്. എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ആലുവ സ്വദേശിനിയായ നടി 2024 ഓഗസ്റ്റ് 29 മുകേഷിനെതിരെ പരാതി നൽകിയത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ ഓഗസ്റ്റ് 30 കേസ് രജിസ്റ്റർ ചെയ്തു. സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്തും അമ്മയിൽ അംഗത്വം നൽകാം എന്നുറപ്പു നൽകിയുമാണ് തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചത് എന്ന് നടി പരാതിയിൽ പറയുന്നു. 2010 കേസിനാസ്പദമായ സംഭവങ്ങൾ നടക്കുന്നത്. സംഭവത്തിന്റെ കാലപ്പഴക്കം കേസിൽ വലിയ വെല്ലുവിളി ഉയർത്തി. തുടക്കത്തിൽ കോടതിയിൽ നിന്ന് വലിയ തോതിൽ വിമർശനങ്ങളും ഉയർന്നു. എന്നാൽ മുകേഷിനെതിരെ ഡിജിറ്റൽ തെളിവുകൾ അടക്കം ശേഖരിക്കാൻ കഴിഞ്ഞതാണ് അന്വേഷണ സംഘത്തിന്റെ മികവ്. പരാതിക്കാരിയുമായി മുകേഷ് ഒരുമിച്ച് യാത്ര ചെയ്തതിന്റെ സാഹചര്യ തെളിവുകളും ഇവരെ ഒരുമിച്ച് കണ്ട സാക്ഷികളുടെ മൊഴികളും ഉൾപ്പെടെയുള്ള തെളിവുകളാണ് അന്വേഷണ സംഘം കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്. എറണാകുളം മരട് പോലീസാണ് ഈ കേസ് ആദ്യം രജിസ്റ്റർ ചെയ്തത്. എറണാകുളത്ത് വില്ലിയിൽ വെച്ച് ലൈംഗികമായി ഉപദ്രവിച്ചുവെന്ന നടിയുടെ പരാതി. പിന്നീട് തൃശൂരിൽ വെച്ച് മറ്റൊരു സ്ഥലത്ത് വെച്ച് സമാനമായ സാഹചര്യമുണ്ടായി എന്നും നടി പറയുന്നു. ഇതോടെ 2 സ്ഥലങ്ങളിലും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. അതുപ്രകാരമുള്ള കുറ്റപത്രമാണ് ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് മുകേഷിന് മുൻകൂർ ജാമ്യം നേരത്തെ കോടതിയിൽ നിന്ന് ലഭിച്ചിരുന്നു. എന്നാൽ സിനിമാ ലോകത്തെ മാഫിയ സംഘം പൂർണ്ണമായി ആലുവ സ്വദേശിനി നടിക്കെതിരെ ഇറങ്ങിത്തിരിച്ചു. മലയാള മാധ്യമ ലോകത്തെ ചിലരുടെ പിന്തുണയോടെ നടിയെ സ്വഭാവഹത്യ ചെയ്യാനുള്ള സംഘടിത നീക്കമാണ് പിന്നീട് കേരളത്തിൽ നടന്നത്. മുകേഷിന് പുറമെ ജയസൂര്യ, മണിയമ്പിള്ള രാജു, ഇടവേള ബാബു, അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ, പ്രൊഡക്ഷൻ കൺട്രോളർ നോബിൾ, വിച്ചു എന്നിവരുടെ പേരായിരുന്നു ആലുവ സ്വദേശിനി തന്നെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചവരുടെ കൂട്ടത്തിൽ എഴുതി ചേർത്തത്. മീനുവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലായിരുന്നു ഇത്തരം പ്രതിപാദ്യം ആദ്യം പ്രത്യക്ഷപ്പെട്ടത്. 2013 ദുരനുഭവമാണ് നടി അന്ന് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കേരളത്തെ അറിയിച്ചത്. താൻ നേരിട്ട ശാരീരിക മാനസിക പ്രശ്നങ്ങൾ സഹിക്കവയ്യാതെ ഒടുവിൽ മലയാള സിനിമയിൽ നിന്ന് വിട്ടുപോകേണ്ടി വന്ന സാഹചര്യമുണ്ടായി എന്നാണ് നടി ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞത്. പല സന്ദർഭങ്ങളിലായി താൻ പീഡനം നേരിട്ടു. ലൊക്കേഷനിൽ വെച്ചായിരുന്നു ദുരനുഭവങ്ങളേറെ.
മുകേഷ് സെറ്റിൽ വെച്ച് മോശമായ രീതിയിൽ സംസാരിച്ചു. ഇന്നസെന്റിനോട് പരാതി പറഞ്ഞപ്പോൾ അമ്മയിൽ അംഗത്വമെടുക്കാനായിരുന്നു ഉപദേശം. അമ്മയിൽ അംഗത്വമെടുക്കാൻ ശ്രമിച്ചപ്പോൾ ഞങ്ങൾ കമ്മിറ്റി മെമ്പേഴ്സിനെ വേണ്ട രീതിയിൽ കണ്ടാൽ മാത്രമേ അമ്മയിൽ അംഗത്വം ലഭിക്കൂ എന്ന് മുകേഷ് പറഞ്ഞു. പിന്നീട് പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി മുകേഷ് തന്നെ പീഡിപ്പിച്ചുവെന്നാണ് ആലുവ സ്വദേശിനിയുടെ ആരോപണം. മുകേഷ് അടക്കമുള്ള താരങ്ങൾക്കെതിരെ പീഡന പരാതി നൽകിയ ആ നടിക്കെതിരെ സംഘടിതമായ നീക്കങ്ങൾ പിന്നീട് നമ്മൾ കണ്ടു. നടിയുടെ അടുത്ത ബന്ധുവായ ഒരു യുവതി നടിക്കെതിരെ പോക്സോ വകുപ്പുകൾ ചേർത്ത് ഒരു പരാതി നൽകുന്നു. 2014 ഓഡീഷനിലായി ചെന്നൈയിലെത്തിച്ച് തന്നെ ഒരു സംഘം ആളുകൾക്ക് കാഴ്ചവെച്ചുവെന്നാണ് നടിയുടെ ഈ ബന്ധു പരാതിയിൽ പറഞ്ഞത്. സെക്സ് മാഫിയയുമായി നടിക്ക് ബന്ധമുണ്ട് എന്നും ഈ പരാതിയിൽ എടുത്തു പറഞ്ഞിരുന്നു. അവർക്ക് വഴങ്ങിക്കൊടുക്കാൻ നടി തന്നെ നിർബന്ധിച്ചുവെന്നാണ് ഈ ബന്ധുവിൻ്റെ ആരോപണം. 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ സമയത്തായിരുന്നു നടി തന്നെ ചെന്നൈയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. ഒരുപാട് പെൺകുട്ടികളെ സെക്സ് മാഫിയയ്ക്ക് താൻ കാഴ്ചവെച്ചതായി നടി തന്നോട് വെളിപ്പെടുത്തിയിരുന്നു എന്നും ബന്ധുവിൻ്റെ പരാതി. എന്നാൽ ബന്ധുവായ യുവതിയുടെ പരാതി വ്യാജമെന്ന പ്രതികരണമാണ് ആലുവ സ്വദേശിനി നടത്തിയത്. തുടർന്ന് പോലീസ് ആലുവ സ്വദേശിനിക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു. ശക്തമായ തലത്തിൽ സമ്മർദ്ദങ്ങൾ ഉയർന്നു. തുടർന്ന് സമ്മർദ്ദം സഹിക്കവയ്യാതെ ഈ നടന്മാർക്കെതിരായ പരാതി താൻ പിൻവലിക്കുന്നുവെന്ന് നടിയുടെ പ്രസ്താവന. ഇത്തരമൊരു സാഹചര്യം ഒരുക്കലായിരുന്നു ചിലരുടെ ലക്ഷ്യം. നടി പരാതി പിൻവലിക്കാൻ തയ്യാറായിട്ടും പരാതി പിൻവലിക്കുന്നതായി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് എഴുതി നൽകിയിട്ടും SIT അതിൽ നിന്ന് പിന്നോട്ട് പോയില്ല. തുടർന്ന് അവർ നടത്തിയ അന്വേഷണത്തിൽ മുകേഷിനെതിരായ ആരോപണങ്ങൾ സത്യമെന്ന് കണ്ടെത്തി. ഇതിനെ തുടർന്ന് നടി സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയാണ് താൻ പരാതി പിൻവലിക്കാൻ തയ്യാറായത് എന്നും പരാതിയുമായി മുന്നോട്ടു പോകാൻ തയ്യാറാണ് എന്നും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ അറിയിച്ചു. ഇതിനെ തുടർന്ന് ബലാത്സംഗ കേസിൽ നടനും MLAയുമായ മുകേഷിനെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരുന്നു. പൂങ്കഴിലിയുടെ നേതൃത്വത്തിൽ നടത്തിയ ചോദ്യം ചെയ്യലിന് ശേഷം മുകേഷിനെ വിട്ടയച്ചു. കേസിൽ നേരത്തെ തന്നെ കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം നേടിയിരുന്നു മുകേഷ്. പൂങ്കുഴലിയുടെ നേതൃത്വത്തിൽ നടന്ന ശക്തമായ അന്വേഷണം മുകേഷ് കരുതിയതുപോലെ രാഷ്ട്രീയ സ്വാധീനങ്ങൾ ഉപയോഗിച്ച് പോലീസ് അന്വേഷണ സംഘത്തെ നിശബ്ദരാക്കാൻ MLAയ്ക്ക് കഴിഞ്ഞില്ല. തുടർന്നാണ് മുകേഷിനെതിരെ നിർണായകമായ തെളിവുകൾ SIT കണ്ടെടുക്കുന്നത്. തീരദേശ പോലീസിന്റെ ആസ്ഥാന ഓഫീസിലായിരുന്നു AIG പൂങ്കുഴലിയുടെ നേതൃത്വത്തിൽ മുകേഷിനെ ചോദ്യം ചെയ്തത്. സിനിമയിൽ അവസരവും സിനിമാ സംഘടനയിൽ അംഗത്വവും വാഗ്ദാനം ചെയ്ത് ലൈംഗിക അതിക്രമം നടത്തി എന്ന നടിയുടെ പരാതിയിൽ ചില ചോദ്യങ്ങൾ മുകേഷിന് നേർക്കുയർത്തിയപ്പോൾ പരിഹാസ്യം കലർന്ന മറുപടിയായിരുന്നു മുകേഷ് അന്വേഷണ സംഘത്തോട് പറഞ്ഞത്. ഇതും അന്വേഷണ സംഘത്തിന് കലിപ്പ് കൂട്ടി. പോലീസ് അന്വേഷണ സംഘം മുകേഷിനെ ചോദ്യം ചെയ്തപ്പോൾ നടിയെ സ്വഭാവഹത്യ നടത്തുന്ന രീതിയിലായിരുന്നു പല പ്രതികരണങ്ങളും. ഇതോടെ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ തങ്ങളുടെ മേൽ ചെലുത്തി ഈ കേസ് ഇല്ലാതാക്കാനുള്ള ശ്രമം മുകേഷ് തുടങ്ങിയെന്ന് അന്വേഷണ സംഘത്തിന് ബോധ്യമായി. ഓഗസ്റ്റ് 28-നായിരുന്നു മുകേഷിനെതിരെ കേസെടുത്തത്. മരടിലെ വില്ലയിലെത്തിച്ച് ലൈംഗികമായി പീഡിപ്പിച്ചു, ഒറ്റപ്പാലത്ത് ഷൂട്ടിംഗ് സ്ഥലത്ത് കാറിൽ കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിച്ചു തുടങ്ങിയവയായിരുന്നു ഈ പരാതിയിലെ മുഖ്യ ആരോപണങ്ങൾ. പീഡനക്കുറ്റം, സ്ത്രീത്വത്തെ അപമാനിക്കൽ, ആക്രമിക്കണമെന്ന ഉദ്ദേശത്തോടെ അതിക്രമിച്ചു കടക്കൽ, സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ആംഗ്യം കാണിക്കൽ തുടങ്ങിയ വകുപ്പുകൾ മുകേഷിനെതിരെ ചേർത്തു. ഒരു വശത്ത് യുവതി നടന്മാർക്കെതിരായി നൽകിയ പരാതി, മറുവശത്ത് യുവതിക്കെതിരെ അവരുടെ ബന്ധു നൽകിയ പോക്സോ വകുപ്പുകൾ ചേർത്ത കേസ്. വലിയ സങ്കീർണതകൾ നിറഞ്ഞ കാഴ്ചയായിരുന്നു കേരളം കണ്ടത്. ഇതിനിടയിൽ ഗുരുതരമായ ചില വെളിപ്പെടുത്തലുകളും നടിയുടെ ഭാഗത്തു നിന്നുണ്ടായി. കേരളത്തിലെ 2 മന്ത്രിമാർ, പ്രതിപക്ഷത്തിൻ്റെതടക്കം 14 MLAമാർ, സിനിമയിലെ ചില നടന്മാർ, അഭിഭാഷകർ തുടങ്ങിയവർക്കെതിരെ താൻ മൊഴി നൽകുമെന്നായിരുന്നു നടി മാധ്യമങ്ങളോട് പറഞ്ഞത്. ഈ മൊഴി പുറത്തു വരാതിരിക്കാൻ തനിക്കെതിരെ ആസൂത്രിതമായ നീക്കങ്ങൾ നടക്കുന്നുവെന്ന് നടി പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞു. നടിക്കെതിരെ ബന്ധു നൽകിയ പരാതി ഗുരുതരമാണെന്നും പോക്സോ വകുപ്പുകൾ ചേർത്ത് നടിയെ അഴിക്കുള്ളിലാക്കാമെന്നും ചിലർ കണക്കുകൂട്ടി. 2014 ഒരു സംഭവം എന്ന നിലയിലായിരുന്നു നടിയുടെ ബന്ധുവിൻ്റെ പരാതി. ഈ സംഭവം നടക്കുന്ന സമയത്ത് ആ ബന്ധുവിന് പ്രായം 16 വയസ്സ്. ഈ വ്യക്തി ഇപ്പോൾ പലർക്കെതിരെയും ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്നു. പക്ഷേ അങ്ങനെയല്ല എന്നറിയിക്കണമെന്ന് തോന്നിയതുകൊണ്ടാണ് ഇത്തരമൊരു പരാതിയെന്ന് പരാതി നൽകിയ യുവതി അന്ന് ആലുവ സ്വദേശിനിക്കെതിരെ പറഞ്ഞിരുന്നു. 10ാം ക്ലാസ് കഴിഞ്ഞുള്ള വെക്കേഷൻ സമയം സിനിമ ഓഡിഷൻ എന്ന് പറഞ്ഞ് തന്നെ ചെന്നൈക്ക് കൊണ്ടുപോയി. ഓഡിഷൻ ഉണ്ടെന്ന് പറഞ്ഞ് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി. അവിടെ 5-6 പുരുഷന്മാർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അവർ എന്നെ തൊടുകയൊക്കെ ചെയ്തു. ഞാൻ ഒരുപാട് ബഹളം വെച്ചും കരഞ്ഞുമാണ് രക്ഷപ്പെട്ടത്. അവർ തന്നെ എന്നെ തിരിച്ച് വീട്ടിലാക്കുകയും ചെയ്തു. നിന്നെ അവർ നല്ല രീതിയിൽ നോക്കും, ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്താൽ മതി എന്ന്
ആലുവ സ്വദേശിനിയായ നടി തന്നോട് പറഞ്ഞുവെന്നാണ് ബന്ധുവായ യുവതി പരാതിയിൽ പറഞ്ഞത്. ഒരു ലൈംഗിക തൊഴിലാളി ആകുന്ന തരത്തിലായിരുന്നു അവരുടെ സംസാരം. എന്റെ പ്രായത്തിലുള്ള കുട്ടികളെ ദുബായിലടക്കം കൊണ്ടുചെന്ന് എത്തിച്ചിട്ടുണ്ട് എന്ന് ആലുവ സ്വദേശിനി തന്നോട് പറഞ്ഞിരുന്നുവെന്നും ബന്ധുവിന്റെ പരാതിയിൽ. ഗുരുതരമായ ആരോപണങ്ങളിൽ ഈ നടി അകത്താകുമെന്നും അങ്ങനെ ചിലർക്കൊക്കെ രക്ഷപ്പെടാമെന്നുള്ള കണക്കുകൂട്ടലുകളാണ് ഇപ്പോൾ SIT അന്വേഷണത്തിൽ പൊളിഞ്ഞെടുക്കുന്നത്. നടൻ മുകേഷിനെതിരെ കുറ്റപത്രം നൽകിയ സാഹചര്യത്തിൽ കാര്യങ്ങൾ പാർട്ടിയുടെ കൈവിട്ടു പോകും. MLA സ്ഥാനം രാജിവെക്കാനുള്ള സമ്മർദ്ദം ശക്തമാകും. ഒടുവിൽ മുകേഷ് കൊടുക്കുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.